ഹായ് ഫ്രണ്ട്സ്, ഫിഷ് മാർക്കറ്റിൽ പോയപ്പോൾ നല്ല കിങ് ഫിഷിൻ്റെ തല കണ്ടപ്പോൾ ഒരാഗ്രഹം. എന്നാൽ പിന്നെ ഒരു തലക്കറി ഉണ്ടാക്കിയാലോ? കുറേ നാളായി തലക്കറി ഉണ്ടാക്കാതെ. വളരെ സിമ്പിളായിട്ടൊരു തലക്കറി ഉണ്ടാക്കാൻ എല്ലാവരും ഇങ്ങോട്ടൊന്ന് പോരൂ. അപ്പം ഞാനൊരു മൺചട്ടി എടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് പിന്നെ നമ്മൾ ഉലുവാപ്പൊടിയും കൂടി ചേർത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും കുനുകുനാ അരിഞ്ഞതും കൂടി ചേർത്ത് പിന്നെ നമ്മൾ സവാളയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ ഇടയിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണേ. അത് കഴിഞ്ഞ് നമ്മളതിലേക്ക് പച്ചമുളകും തക്കാളിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം 2.5 ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് ആ വെളിച്ചെണ്ണയിൽ അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. എന്നിട്ട് നമ്മൾ അതിലേക്ക് കുതിർത്ത് വെച്ച കുടംപുളിയുടെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് നല്ല തിളപ്പിച്ചെടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ, നമ്മൾ നല്ല തല സൂപ്പറായി റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് തിളച്ച് വരുമ്പോൾ തലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് അടച്ച് വെച്ചൊരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. എന്നിട്ട് നമ്മളൊന്ന് തിരിച്ചിട്ട് കൊടുക്കണേ. അതിനിടയിൽ ആമിക്കുട്ടി എന്നെ സഹായിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. മാന്തൽ ഫ്രൈ ആക്കാൻ വേണ്ടി. നമ്മൾ കാസർഗോട്ടുകാർക്ക് ഇത് നങ്കാണ് കേട്ടോ. അപ്പോൾ ആള് സഹായിക്കാനും കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നമ്മുടെ തലക്കറി റെഡി ആയിട്ടുണ്ട്. ഞാനത് തല ഒന്ന് തിരിച്ചിട്ട് കൊടുത്തു. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ സൂപ്പറായിട്ട് തലക്കറി റെഡി. അപ്പോൾ അത് ലാസ്റ്റ് നമ്മൾ കുറച്ച് കറിവേപ്പിലയും പച്ചവെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്ത് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാം കേട്ടോ. സൂപ്പറായിട്ടുണ്ട്. നല്ല കുത്തരി ചോറും അതിൻ്റെ കൂടെ മോര് കറിയും മാന്തൽ ഫ്രൈയും നല്ല തലക്കറിയും കൂട്ടി അടിപൊളി. പറയണ്ട, സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള ചെറിയ കുഞ്ഞു കുഞ്ഞു പാചകങ്ങൾക്കായി എന്നെ ഒന്ന് ഫോളോ ചെയ്ത് കൂടെ കൂട്ടണേ. അപ്പോൾ ഓക്കെ, ബൈ. അടുത്തൊരു വീഡിയോ ആയി കാണാം.